നമസ്കാരം. ലോകരാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു നിർണായക നീക്കത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അമേരിക്കൻ ആധിപത്യത്തിനെതിരെ ഒരു പുതിയ ശക്തി കേന്ദ്രം രൂപപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നത്. അമേരിക്കയുടെ ഭീഷണിയെ മറികടക്കാൻ റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുമോ എന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ അത് ലോക രാഷ്ട്രീയത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുമോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ രാജ്യാന്തര വേദികളിൽ ഉയർന്നു വരുന്നത്. രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് ഈ മൂന്ന് രാജ്യങ്ങളും കൈകോർക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. അമേരിക്കൻ ആധിപത്യത്തിനെതിരെ ഒരു പുതിയ ശക്തി കേന്ദ്രം ഉണ്ടാകുമോ എന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. റഷ്യ, ഇന്ത്യ, ചൈന RIC കൂട്ടായ്മ യാഥാർത്ഥ്യമായാൽ അത് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വർഷം അവസാനം നടക്കുന്ന പുടിന്റെ ഇന്ത്യ സന്ദർശനവും മോദിയുടെ ഷാങ്ഹായ് ഉച്ചകോടിയിലെ പങ്കാളിത്തവും ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നാൽ അത് ലോക രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തി കേന്ദ്രമായി മാറും. ഇതിന് പ്രധാന കാരണം അവരുടെ സാമ്പത്തികവും സൈനികവുമായ ശക്തി തന്നെയാണ്. മൂന്ന് രാജ്യങ്ങളുടെയും മൊത്തം ആഭ്യന്തര ഉൽപാദനം അതായത് GDP 53.9 ട്രില്യൺ ഡോളറാണ്. കൂടാതെ ലോകത്താകെയുള്ള കയറ്റുമതിയുടെ 5/1 ഇവരുടെ സംഭാവനയാണ്. ലോക ജനസംഖ്യയുടെ 37% ഈ രാജ്യങ്ങളിലാണ്. പ്രതിരോധ രംഗത്തും ഈ രാജ്യങ്ങൾ വളരെ ശക്തരാണ്. ലോകരാജ്യങ്ങളുടെ ആകെ പ്രതിരോധ ബജറ്റിന്റെ 20.2% ഈ രാജ്യങ്ങളുടെ കയ്യിലാണ്. US പ്രതിരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് പ്രാദേശിക കറൻസി ഉപയോഗിച്ച് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും തീരുമാനം ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യ ചൈന ബന്ധത്തിൽ സമീപകാലത്ത് പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നു. അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. സമീപകാലത്ത് ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ സംഘർഷങ്ങളിൽ നിന്ന് സഹകരണത്തിലേക്കുള്ള ഒരു വഴിത്തിരിവിലാണെന്ന് പറയാം. അമേരിക്കയുടെ ഭീഷണി മറികടക്കാൻ കൂട്ടായ നീക്കങ്ങൾ അനിവാര്യമാണെന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. ചൈനയുടെ അതിവേഗം വളരുന്ന സാമ്പത്തികം, സൈനിക ശക്തി, റഷ്യയുടെ ഊർജ്ജ സൈനിക മേഖലകളിലെ സ്വാധീനം, ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക തന്ത്രപരമായ പ്രാധാന്യം എന്നിവ ഒരുമിക്കുമ്പോൾ അത് ലോക രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. ട്രംപിന്റെ തീരുമായുധത്തിനെതിരെ ലോക രാജ്യങ്ങൾ ബദൽ മാർഗങ്ങൾ തേടുകയാണ്. ട്രംപ് ഭരണകൂടം തീരുമായുധമാക്കി മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ചർച്ച, തിരിച്ചടി, ബദൽ മാർഗങ്ങൾ എന്നിവയിലൂടെ ഈ ഭീഷണി മറികടക്കാൻ ശ്രമിക്കുകയാണ് ലോകരാജ്യങ്ങൾ. അമേരിക്കയുടെ സാമ്പത്തിക ഭീഷണിയെ ഒറ്റക്കെട്ടായി നേരിടാൻ റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ കൈകോർത്താൽ അത് ആഗോള തലത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ കൂട്ടായ്മ യാഥാർത്ഥ്യമായാൽ അതൊരു പുതിയ ലോകക്രമത്തിന് വഴി തുറക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം വെറുപ്പിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഈ പോക്ക് അത്ര നല്ലതിനല്ല എന്നേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം.